നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ? അങ്ങനെ നാളത്തെ വിശേഷത്തില് അളകാപുരിയെക്കുറിച്ചുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ അമ്മയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജാനകി. കാരണം രാധാമണിക്കൊന്നും അറിയത്തില്ല, തന്നെ രക്ഷിച്ച ആരാന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. അപ്പൊ ആ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും രാധാമണിക്ക് വല്ലാത്തൊരു അത്ഭുതമായിരുന്നു. കാരണം താൻ ഏത് വഴിയിൽ കൂടെ കടന്നു വന്നേ തനിക്കൊന്നും ഓർമ്മയില്ലായിരുന്നല്ലോ. പിന്നീട് അച്ഛൻ പറഞ്ഞറിഞ്ഞ കാര്യങ്ങളും അതിനുശേഷം ഉണ്ടായ കാര്യങ്ങളൊക്കെ ജാനകി തൻ്റെ അമ്മയോട് പറയണം. ഈ സമയത്ത് അബി എന്ത് ചെയ്യണം, വഴിക്ക് വെച്ച് തമ്പിയെ കാണുന്നുണ്ട്. കാത്തിരുന്നൊരു അവസരമാണ്. ഇനിയിപ്പോൾ അബിക്ക് പ്രതികരിക്കാം ധൈര്യമായിട്ട്. കാരണം വേറൊന്നുമല്ല, തൻ്റെ ജാനകി ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. ഇനിയിപ്പം അവനെ വലിച്ചു കയറി പഞ്ഞി കിടുക തന്നെ ചെയ്യാം. അങ്ങനെ തമ്പിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും അബി അങ്ങോട്ടേക്ക് ചെന്നിട്ട് പറഞ്ഞു, എടാ എൻ്റെ ഭാര്യയെ ഇല്ലാതാക്കാൻ നീ ശ്രമിച്ചില്ലേ, നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതിയോന്ന് ചോദിക്കാം. എടാ എൻ്റെ ഭാര്യ ആരാ എന്തായാലും നിനക്ക് നന്നായിട്ട് അറിയാലോ. സ്വന്തം മോളെ തന്നെ നീ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു. നിന്നെപ്പോഴും ദുഷ്ടനായ അച്ഛനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ലെന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഒന്നും അറിയത്തില്ലാത്ത മടി തമ്പി പറഞ്ഞു, നീ എന്താ പറഞ്ഞേ? ജാനകിനെ ഞാൻ ഇല്ലാതാക്കാൻ ശ്രമിച്ചെന്നോ? നിനക്ക് വെറുതെ തോന്നാ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഈ തമ്പിക്ക് എൻ്റെ കാര്യമില്ലെന്ന് പറയണം. ആര് പറഞ്ഞടാ? തമ്പി പറഞ്ഞു, അവളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഒരുത്തനുണ്ടല്ലോ നകുലെന്ന് പറയുന്ന ഒരുത്തൻ, അവനായിരിക്കും എന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പത്തിന് അബിക്ക് അടിമുടി വിറഞ്ഞു കയറി. നീ എന്താടാ പറഞ്ഞത്? നിന്റെ ആ വൃത്തികെട്ട നാവ് കൊണ്ട് ദേ എൻ്റെ ജാനകിയെ വെറുതെ ദുഷിപ്പിച്ചാലുണ്ടല്ലോ, ഇല്ലാത്ത കഥകൾ കെട്ടിച്ചമച്ചുണ്ടാക്കി നീ എൻ്റെ ജാനകീനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതും പോരാ, അവളുടെ തലയിലേക്ക് ഇനി വേറെ ഇല്ലാത്ത കഥകളൊക്കെ കെട്ടിവെക്കാൻ ശ്രമിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അവൻ്റെ കോളറിനോട് കയറി പിടിക്കുകയാണ് തമ്പിയുടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എൻ്റെ ജാനകിയെ ഇല്ലാതാക്കാൻ ശ്രമിച്ച നിന്നെ ഞാൻ വെറുതെ വിടുമെന്ന് കരുതണ്ട. അവൾക്ക് ഇനി ആയുസുണ്ടാ. ദൈവം അങ്ങനെ പെട്ടെന്നൊന്നും അവളെ വിളിക്കില്ല. അതുകൊണ്ടാണല്ലോ കോമയിലെ സ്റ്റേജിലേക്ക് പോകാൻ പോയ അവൾ ജീവിതത്തിലേക്ക് മടങ്ങി വന്നേ. നിന്നെ ഇനി ഇരുമ്പഴിക്കുള്ളിലാക്കൂടാ. ജാനകിയെ കണ്ടു കൈ പിടിച്ചു വരാൻ പോകുന്ന അവളുടെ അമ്മയുടെ കൈയും പിടിച്ചായിരിക്കും ജാനകി അങ്ങോട്ടേക്ക് വരാൻ പോകുന്നേ. ആ നിമിഷം നീ തീർന്നടാ. അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുന്നത്. നിന്നെ ഞാൻ കൊല്ലില്ലടാ, നിന്നെ ഇഞ്ചിഞ്ചായിട്ട് ഞാൻ കൊല്ലും. അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ ഇനി അബിയുടെ. ഇപ്പം നിന്നെ ഞാൻ തീർത്തിട്ടുണ്ടെങ്കിൽ കാണാൻ രസം കാണത്തില്ല. നീ മാത്രമല്ല, നിന്റെ മോളുണ്ടല്ലോ അപർണ, അവളും അനുഭവിക്കണമെന്ന് പറയണം. അവളിപ്പോൾ എന്തോ വലിയ കാര്യം സാധിച്ചെന്ന മട്ടി ഇരിക്കുമായിരുന്നു. ആ സമയത്താണ് ഇടുത്തി വേല അവൾക്ക് ആ വാർത്ത കിട്ടിയത്, എൻ്റെ ജാനകി ജീവിതത്തിലേക്ക് മടങ്ങി വന്നെന്ന്. പക്ഷെ ഇനിയും നീയോ അവളും ചേർന്നിട്ട് എൻ്റെ ജാനകിക്ക് നേരെ ചെറുവെല്ല അനക്കിയിട്ടുണ്ടെങ്കിൽ അറിയാലോ എന്താ സംഭവിക്കാൻ പോകുന്നത് തമ്പി. നിന്നെ ഞാൻ ഒരു കോടതിക്കും പിന്നെ ചിലപ്പം വിട്ടുകൊടുത്തെന്ന് വരത്തില്ല എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോൾ തമ്പി പറഞ്ഞു, രബി ഞാൻ അങ്ങനെയൊന്നും വേണ്ട, നീ കൂടുതലൊന്നും പറയണ്ടെന്നും പറഞ്ഞുകൊണ്ട് തമ്പിയുടെ കാരണം തീർത്തൊന്ന് പൊട്ടിക്കുകയാണ്. നീ എന്താ വിചാരിച്ചുകൊണ്ടിരിക്കണേ? ഞങ്ങളൊക്കെ പൊട്ടന്മാരാന്നാ, എല്ലാം വ്യക്തമായിട്ട് അറിഞ്ഞിട്ട് തന്നെയാടാന്ന് പറയണം. എന്നാലും നിനക്ക് എങ്ങനെ തോന്നിയിടാ നിന്റെ സ്വന്തം ചോരയെ തന്നെ ഇല്ലാതാക്കാനായിട്ട്? നീ ഇത്രയ്ക്ക് ക്രൂരനാന്നുള്ള കാര്യം അറിയത്തുണ്ടായിരുന്നില്ല. എൻ്റെ ജാനകിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടായിരുന്നുണ്ടല്ലോ, നിന്നെ ഞാൻ പണ്ടേ തീർത്ത് കളഞ്ഞാനെന്ന് പറയണം. ശരിക്കും ജാനകി ജീവിച്ചുകൊണ്ട് മാത്രമാണ് ഇപ്പോഴും നീ ജീവിച്ചിരിക്കുന്നത്. പക്ഷെ ഇനി ഞാൻ നിന്നെ നേരിടാൻ പോകുന്ന എങ്ങനെ നീ കണ്ടോളാൻ പറയണം. അങ്ങനെ തമ്പിയെ വെല്ലുവിളിച്ചിട്ട് അബി അങ്ങോട്ടേക്ക് പോവാണ്. ഈ സമയത്ത് അപർണ തമ്പിയെ വിളിക്കുന്നുണ്ട്. തമ്പിയെ വിളിച്ചിട്ട് എനിക്ക് അച്ഛനെ ഒന്ന് കാണണമെന്ന് പറയണം. അങ്ങനെ എന്ത് ചെയ്യണം, തമ്പി അപർണയെ കാണാണ്ട് ചെല്ലുവാണ്. ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അപർണയ്ക്ക് ഭയങ്കര കട്ടക്കലിപ്പായിരുന്നു. അപർണ പറഞ്ഞു, അവള് തീർന്ന് നോർത്ത് ഇരുന്ന സന്തോഷിച്ചിരുന്ന ആ സമയത്താണ് എന്താ അച്ഛൻ ശരിക്കും സംഭവിച്ചതെന്ന് ചോദിക്കണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും തമ്പി പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലോ മോളെ, അത്രയൊക്കെ എനിക്കും അറിയത്തുള്ളൂ എന്ന് പറയണം. നമ്മുടെ കഷ്ടകാലം അല്ലാതെ എന്ത് പറയാനായിട്ടാ. എനിക്കിപ്പോൾ പേടി അതല്ല അച്ഛാ, അവൾ കോടതിയിൽ ഇനി വരുമല്ലോ. അച്ഛനെതിരെ കേസ് കൊടുത്ത് ആ കേസ് അങ്ങനെ മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ എന്തായി തീരുമെന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോൾ തമ്പി പറഞ്ഞു, അതൊക്കെ ഓർത്തിട്ട് എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്ന് പറയണം. അച്ഛൻ പേടിക്കണ്ട അച്ഛാ, ഇതല്ലെങ്കിൽ വേറൊന്ന്. അവളിനി ജീവിതത്തിലേക്ക് മടങ്ങി വന്നാലും അവളെ തീർക്കാനുള്ള അടുത്ത പരിപാടി നമുക്ക് നോക്കാം. ഒരു കാരണവശാലും അവൾ ഈ ഭൂമി ജീവനോടെ കാണാൻ പാടില്ലെന്ന് പറയണം. തമ്പി പറഞ്ഞു, അത് അത്രയ്ക്ക് എളുപ്പമുള്ള കാര്യമല്ലെന്ന് നിനക്കറിയാലോ അപർണയെന്ന് പറയണം. അതൊക്കെ എനിക്കറിയാച്ചാ, അവൾക്ക് ആയുസിൻ്റെ ബലമുണ്ട്. അതുകൊണ്ടല്ലേ അവൾ വീണ്ടും ജീവിതത്തിലേക്ക് മടങ്ങി വന്നിരിക്കുന്നത്. അവളെ പണ്ടേ തീർക്കേണ്ടതായിരുന്നു പറയാം. ഞാൻ കരുതിയിരുന്നേ അവൾ കോമ സ്റ്റേജിലേക്ക് പോകണേ സമാധാനം ഉണ്ടല്ലോ എന്ന് കരുതിയിരുന്ന, ഉള്ള സമാധാനം കൂടെ അവൾ കളഞ്ഞു എന്നൊക്കെ പറയണം. തമ്പി പറഞ്ഞു, അറിയാലോ, ഇനി നമുക്ക് പെട്ടെന്നൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല. ഇനിയിപ്പം അവൾക്ക് ചുറ്റും ഒരു വലയം കാണും. ആ വലയത്തെ ഭേദിച്ച് നമ്മൾക്ക് അവളെ ഇല്ലാതാക്കാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമില്ലാന്ന് പറയും. അപർണ പറഞ്ഞു, അവളെന്തായാലും ഡിസ്ചാർജായി വീട്ടിലേക്ക് വരുമല്ലോ, എന്ത് ചെയ്യണമെന്ന് ഞാൻ നോക്കാച്ചാ. ഒരു കാരണവശാലും കേസ് കോടതിയിലെത്തിയിട്ട് അച്ഛനെതിരെ ഒരു മൊഴി പറയുന്ന ഒരു കാര്യത്തിനും കേസുമായിട്ട് അവൾ മുന്നോട്ട് പോകരുതെന്ന് പറയണം. തമ്പിക്ക് ആ പ്രതീക്ഷകളൊക്കെ പോയിട്ടുണ്ടായിരുന്നു. കാരണം തമ്പിക്കറിയാം രാധാമണിയെ കൂട്ടിക്കൊണ്ട് അവൾ വന്നിട്ടുണ്ടെങ്കിൽ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. അപ്പം അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്തത് തന്നെ.
അതൊക്കെ ഓർത്തപ്പം തമ്പിയുടെ സകല നിയന്ത്രണം വിട്ടുപോയി. ഈ സമയത്ത് ജാനകി തൻ്റെ അമ്മയോട് കഥകളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക. പിന്നീട് അപർണയെക്കുറിച്ച് പറയാണ്, തമ്പിയുടെ മോളെക്കുറിച്ച്. തമ്പിയുടെ മോളാണ് അവിടെ ഉള്ളത്. പക്ഷേ ഞാൻ ചെയ്തൊരു തെറ്റാമ്മേ, ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലായിരുന്നു. അമലിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അജയ്ക്ക് വേണ്ടിയിട്ട് ആലോചിക്കാൻ പാടില്ലായിരുന്നു. അജയ്ക്ക് വേണ്ടി ആലോചിച്ച് അജയ് വേണ്ടാന്ന് പറഞ്ഞ് നിരഞ്ജനോടൊപ്പം പോയി കഴിഞ്ഞപ്പോഴാണ് അമലുമായിട്ട് ഞാൻ തന്നെ പറഞ്ഞിട്ട് പാവം അമല് അവൻ്റെ ജീവിതം ഞാനാ തകർത്തത്. പക്ഷേങ്കിൽ അവൾ ആ വീട്ടിലേക്ക് വന്ന് രണ്ടും തീരുമാനിച്ചിട്ടായിരുന്നു അമ്മയെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ രാധാമണി ചോദിച്ചു, അതെന്താ മോളെ നീ അങ്ങനെ പറഞ്ഞേ? അവളുടെ ഉദ്ദേശം വേറൊന്നായിരുന്നു, കുടുംബത്തെ താർക്കുക, കുടുംബത്തിലെ ഓരോരുത്തരെ അവിടുന്ന് മാറ്റിവിടുക. അതിന് വേണ്ടിയിട്ട് അവളുടെ ഉദ്ദേശങ്ങളും കാര്യങ്ങളും എല്ലാം സാധിച്ചു. പക്ഷേങ്കിൽ എന്നെ അഭിയേട്ടനെ അവൾക്ക് ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കാനായിട്ട് പറ്റിയില്ല. അതെന്തുകൊണ്ടാണെന്നറിയാവോ? എല്ലാവരെയും ആ വീട്ടിൽ നിന്ന് പറഞ്ഞു വിട്ടിട്ട് അളകാപുരി അവളുടെ പേരിലേക്ക് ആക്കാനായിരുന്നു അവളുടെ തീരുമാനം. പറഞ്ഞിടത്ത് തമ്പിക്ക് അച്ഛനോടുള്ള ദേഷ്യം, അതായിരുന്നു അവളുടെ ലക്ഷ്യം. പക്ഷേങ്കിൽ അതിന് സാധിച്ചില്ല. കാരണം അച്ഛൻ ഇതൊക്കെ മുൻകൂർ കണ്ടിട്ടാന്ന് തോന്നേ അഭിയേട്ടനെ എൻ്റെയും പേരിൽ വീട് എഴുതി വെച്ചിരുന്നേ. അതിൻ്റെ പേരിൽ അവൾ കുറേ കളി കളിച്ചു. പക്ഷേങ്കിൽ അവളുടെ ഉദ്ദേശം നടന്നില്ല. അല്ലായിരുന്നേ പണ്ടേ എന്നെ അഭിയേട്ടനെ അളകാപുരി വീട്ടിൽ നിന്ന് അടിച്ചിറക്കിയാണെന്ന് പറയാം. ഇത് കേട്ടപ്പോൾ രാധാമണി പറഞ്ഞു, അയാളൊരു ദുഷ്ടനാ, അതുകൊണ്ടല്ലേ ഇത്രയും കാലം എനിക്ക് ഈ ഗതി വന്നതെന്ന് ചോദിക്കുകയാണ്. സാരമില്ലമ്മേ, എന്താണെങ്കിലും അയാൾ ഇനി പുറലോകം കാണാൻ പോകുന്നില്ല. നമ്മൾ കേസുമായിട്ട് പോവും. അമ്മയുടെ കൈ പിടിച്ച് ഞാൻ അളകാപുരിയിലേക്ക് തന്നെ പോകുന്നത്. ഇനിയിപ്പം കൊടുക്കാൻ പോകുന്ന തിരിച്ചടിയുടെ കാലവാ. ഈ ജാനകി പഴയ ജാനകി അല്ലെന്ന് അവരെ ഞാൻ കാണിച്ചു കൊടുക്കുമെന്ന് പറയണം. അപ്പോഴേക്കും രാധാമണി പറഞ്ഞു, എനിക്ക് പേടിയുണ്ട് മോളെ എന്ന് പറയാം. അമ്മ എന്തിനാ പേടിക്കണേ? അഭിയേട്ടനും അമല എല്ലാവരും സ്ട്രോങ് ആയിട്ടുണ്ട്. പോരാത്തിന് നിരഞ്ജന. എന്താണെങ്കിലും അജയും നിരഞ്ജനും തമ്മിൽ നല്ലൊരു ജീവിതം ഇല്ലെങ്കിൽ പോലും നിരഞ്ജന ശരിക്കും എൻ്റെ അനുജത്തിയായിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് വന്നിരിക്കുന്നത്. അവൾ നമ്മുടെ ഇവിടെ ഫുൾ സപ്പോർട്ടുമായിട്ടുണ്ട്. പിന്നെ പേടിക്കേണ്ട കാര്യമില്ലമ്മേ എന്നൊക്കെ പറഞ്ഞ് രാധാമണിയെ സമാധാനിപ്പിക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് സക്കീർ വക്കീൽ വരുവാണ്. സക്കീർ വക്കീൽ കണ്ടു അമ്മയും മോളും കൊടുത്താണ് സംസാരം കാര്യങ്ങളൊക്കെ. വക്കീലിന് സന്തോഷമായി. പിന്നീട് വക്കീൽ ജാനകിയുടെ വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അതിനുശേഷം പറഞ്ഞു, മോള് പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ട് മുന്നോട്ട് പോയിക്കോ. എന്തിനു വിധം ഞാനുണ്ട്. പിന്നെ നിരഞ്ജന സ്ട്രോങ് ആയിട്ടുണ്ടെന്ന് പറയാണ്. കോടതിയിൽ കേസ് വരുന്ന സമയത്ത് ഉറപ്പായിട്ടും നമ്മൾ ജയിക്കുമെന്ന് പറയാണ്. പിന്നെ പോരാത്തന്നെ രാധാമണിക്ക് ഓർമ്മശക്തിയും തിരികെ കിട്ടിയല്ലോ, അത് തന്നെ വലിയൊരു ഭാഗ്യമാണെന്ന് പറയാണ്. ഈ സമയം വക്കീലിനോട് ചോദിച്ചു, അല്ല മേരിയമ്മയെ വിവരം അറിയിച്ചായിരുന്നു എന്ന് ചോദിക്കണം. പറഞ്ഞിട്ടുണ്ട്, മേരിയമ്മയ്ക്ക് ഇപ്പോൾ വരാൻ പറ്റാത്തൊരു സാഹചര്യമാണെന്ന് പറയണം. ജാനകി പറഞ്ഞു, സാരമില്ല, ഞാനും അമ്മയും കൂടെ ഒരു ദിവസം മേരിയമ്മയെ പോയി കണ്ടോളാന്ന് പറയാം. കാരണം അമ്മ സംസാരിക്കണമെന്നും അമ്മ എന്നെ തിരിച്ചറിയുന്ന ഒത്തിരി ആഗ്രഹിച്ച ഒരാൾ മേരിയമ്മയെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സക്കീർ വക്കീൽ പറഞ്ഞു, അത് ശരിയാ, ഉറപ്പായിട്ടും നമ്മൾ കാണാനായിട്ട് പോവും. മേരിയമ്മേനെ കൂട്ടിക്കൊണ്ട് വരാൻ പറ്റുമെങ്കിൽ കൂട്ടിക്കൊണ്ട് വരണമെന്നും പറയണം. ഈ സമയത്ത് അബി അങ്ങോട്ടേക്ക് വന്നേ. അബിയാണെങ്കിൽ തമ്പിയെ കണ്ടതിൻ്റെ ഒരു കലിപ്പും കാര്യങ്ങളൊക്കെ മനസ്സിലുണ്ടായിരുന്നു. പിന്നീട് സക്കീർ വക്കീലിനെ വിളിച്ചുകൊണ്ട് പോയിട്ട് തമ്പിയെ കണ്ട കാര്യം അതെല്ലാം പറയണം. എല്ലാം കേട്ടുകഴിഞ്ഞപ്പത്തിന് വക്കീൽ പറഞ്ഞ് സൂക്ഷിക്കണം, തമ്പി ഇനിയും ചിലപ്പോൾ അടങ്ങിയിരുന്ന് വരത്തില്ല. ജാനകി ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തമ്പി വീണ്ടും ഇനിയിപ്പോൾ ഓരോ വയ്യാവേലിയായിട്ട് ഇറങ്ങും. അതുകൊണ്ട് സൂക്ഷ്യം കണ്ടും വേണം മുന്നോട്ട് പോകാനെന്ന് പറയാം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് അബി പറഞ്ഞു, ഇനി അവൻ കൈ ചലിപ്പിക്കുകയില്ല എന്നൊക്കെ പറയണം. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.